നമസ്കാരം. ഇന്ന് നമ്മൾ ഒരുമിച്ച് നോക്കുന്നത് ഈയിടെ ഒരുപാട് സംസാരിച്ച L2 എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള നമ്മുടെ കയ്യിലുള്ള ഈ ലേഖനങ്ങളും പിന്നെ നിരൂപണങ്ങളും ഒക്കെയാണ്. അതെ, ലൂസിഫറിന്റെ ഒരു തുടർച്ചയായിട്ട് വന്ന ഈ പടം ശരിക്കും വലിയ തരംഗം തന്നെ ഉണ്ടാക്കി. പ്രത്യേകിച്ച് അതിന്റെ ആ ഒരു നിർമ്മാണം, പിന്നെ കഥ, അതുപോലെ ആ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, അത് വലിയ വിവാദമായല്ലോ. ആയി. അപ്പോ ഈ കിട്ടിയ വിവരങ്ങൾ വെച്ച് എന്തൊക്കെയാണിതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഒരു അട്രാക്ഷൻ അതിന്റെ ആ ഒരു ബ്രഹ്മാണ്ഡ നിർമ്മാണമാണെന്ന് പല ലേഖനങ്ങളിലും എടുത്തു പറയുന്നുണ്ട്. അതെ, ആ സ്കെയിലല്ലേ. 200 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് എന്നൊക്കെ കേട്ടു. ഹോളിവുഡ് ലെവൽ മേക്കിംഗ്. ശരിയാണ്, അങ്ങനെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പിന്നെ ലൊക്കേഷനുകൾ US, UK, UAE, അതുപോലെ ലഡാക്ക്. അന്താരാഷ്ട്ര ലൊക്കേഷൻസ് ഒരുപാടുണ്ട്. ഇന്ത്യയിലും പലയിടത്തും ഷൂട്ട് ചെയ്തു അല്ലേ? ഗുജറാത്ത്, കേരളം. അതെ, ഹൈദരാബാദ്, രാജ്കോട്ട്, തിരുവനന്തപുരം, അങ്ങനെ പല സ്ഥലങ്ങൾ. ആ ഒരു വിഷ്വൽ ഗ്രാൻഡ്നസ് അത് സ്ക്രീനിലുണ്ട്. അതെ, ഖുറേഷി അബ്രാം എന്ന കഥാപാത്രത്തിന്റെ ആ ഒരു ലൈഫ് സ്റ്റൈൽ, സ്വന്തം ജെറ്റ്, കൊട്ടാരങ്ങൾ, അതൊക്കെ ആ സ്കെയിലിന് ചേർന്നതാണ്. പക്ഷേ ഈ റിപ്പോർട്ടുകളിൽ ടെക്നിക്കൽ സൈഡിനെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ട്. സുജിത് വാസുദേവിന്റെ ക്യാമറ, പിന്നെ ദീപക് ദേവിന്റെ സംഗീതം. അതെ, ആ സംഗീതം, പ്രത്യേകിച്ച് മാസിഡോണിയൻ ഓർക്കസ്ട്രയുടെയൊക്കെ ഉപയോഗം, അതൊക്കെ സിനിമയുടെ ആ ഒരു ഫീല് കൂട്ടിയിട്ടുണ്ട്. എത്രത്തോളം അത് ഗുണം ചെയ്തു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം? വളരെ വളരെ നന്നായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ദീപക് ദേവ് തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, CGI അധികം ഉപയോഗിക്കാതെ. റിയൽ സ്ഫോടനങ്ങൾ തന്നെയാണോ? അതെ, യഥാർത്ഥ സ്ഫോടനങ്ങളും വാഹനങ്ങൾ തകർക്കുന്നതുമൊക്കെ ഉപയോഗിച്ചത് ആക്ഷൻ രംഗങ്ങൾക്കൊരു റിയലിസം കൊടുത്തു. സ്റ്റണ്ട് സിൽവയുടെ ആക്ഷൻ കൊറിയോഗ്രാഫിയും. എൽ മുദ്രയൊക്കെ. അതെ, അതൊരു സിഗ്നേച്ചർ പോലെയായി. പക്ഷേ പൃഥ്വിരാജിന്റെ ഡയറക്ഷനെപ്പറ്റി പറയുമ്പോൾ ഒരു മിക്സ്ഡ് റെസ്പോൺസാണ് കാണുന്നത്. അതെന്താ അങ്ങനെ? ചിലർ പറയുന്നു നല്ല സൂക്ഷ്മമായ പ്ലാനിംഗ് ആണ്, നന്നായിട്ടുണ്ട് എന്നൊക്കെ. എന്നാൽ വേറെ ചിലർ പറയുന്നത് സംവിധായകന്റെ മിടുക്ക് കുറച്ച് ഓവറായി കാണിക്കാൻ ശ്രമിച്ചോ എന്നൊരു സംശയം. ഒരു അടിച്ചേൽപ്പിക്കൽ ഫീൽ ചെയ്തു എന്നല്ലേ? അങ്ങനെയും ചില അഭിപ്രായങ്ങളുണ്ട്. സംവിധാനം അങ്ങനെയാണെങ്കിൽ കഥയുടെ കാര്യത്തിലോ, കഥാപാത്രങ്ങൾ, അതാണല്ലോ പ്രധാനം. ലൂസിഫറിന്റെ തുടർച്ചയാണല്ലോ ഇത്. അതെ, സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ ഖുറേഷി അബ്രാം ഒളിവിൽ പോകുന്നു, ടൊവിനോയുടെ ജതിൻ രാംദാസ് മുഖ്യമന്ത്രിയാവുന്നു, ഇന്ദ്രജിത്തിന്റെ ഗോവർദ്ധൻ അന്വേഷണം തുടരുന്നു. ഇതൊക്കെ നമുക്കറിയുന്ന ട്രാക്കാണ്. പക്ഷെ പ്രേക്ഷകർക്ക് ഈ കഥാപാത്രങ്ങളുമായി ഒരു കണക്ഷൻ കിട്ടിയോ എന്നുള്ളിടത്താണ് സംശയം, അല്ലേ? അവിടെയാണ് ഈ സമ്മിശ്ര പ്രതികരണം വരുന്നത്. മോഹൻലാലിന്റെ സ്ക്രീൻ പ്രസൻസ് അതെല്ലാവരും എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കാട്ടിലെ ആ ഒരു ഫൈറ്റ് സീൻ. ആ മുണ്ടു മടക്കി കുത്തി സീൻ, അത് വൈറലായിരുന്നല്ലോ. അതെ, അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു. മഞ്ജു വാര്യരുടെ പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രത്തിനും നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ടൊവിനോയുടെ കഥാപാത്രത്തെക്കുറിച്ച് ചിലർക്ക് നിരാശയുണ്ടെന്ന് കേട്ടു. ഉണ്ട്. ആ കഥാപാത്രത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാതെ ഇടയ്ക്ക് വെച്ച് കൊന്നുകളഞ്ഞതിൽ പലർക്കും ഒരു നിരാശയുണ്ട്. അതുപോലെ പൃഥ്വിരാജിന്റെ സയ്യിദ് മസൂദ്, ആ കഥാപാത്രവുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ വന്നില്ല എന്നാണോ? അതെ, അങ്ങനെ ഒരു വിമർശനമുണ്ട്. പല കഥാപാത്രങ്ങളും ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് മറന്നുപോകാൻ സാധ്യതയുണ്ട് എന്നും ചിലർ പറയുന്നു. മുരളിഗോപിയുടെ ഡയലോഗിനെപ്പറ്റിയും രണ്ടഭിപ്രായം കണ്ടു. ചിലർക്ക് ഭയങ്കര ഷാർപ്പായിട്ട് തോന്നി. എന്നാൽ മറ്റു ചിലർക്ക് അതൊരു ഓവർഡോസായി കുറച്ച് മടുപ്പുള്ളവാക്കി എന്നും അഭിപ്രായങ്ങളുണ്ട്. പിന്നെ ഒരുപാട് കഥാതന്തുക്കൾ ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചത് അത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവാം, അല്ലേ? അതെ, അത് ചില നിരൂപണങ്ങളിൽ പറയുന്നുണ്ട്. ക്ലൈമാക്സും കുറച്ച് വീക്കായിപ്പോയി എന്നൊരു അഭിപ്രായം കാണുന്നുണ്ട്. പിന്നെ ഖുറേഷി അബ്രാമിന്റെ പാസ്റ്റ് അതിപ്പോഴും ക്ലിയർ അല്ല. അതൊരു പോരായ്മയായിട്ട് പറയുന്നുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടന്ന വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ഈ ലേഖനങ്ങളിലും അത് കാണാം. സിനിമയുടെ രാഷ്ട്രീയം, ആ വിവാദങ്ങൾ. അതെ, ആ തുടക്കത്തിലെ ഏകദേശം ഒരു 17 മിനിറ്റോളം വരുന്ന ഭാഗം അതിൻ 2002 ചില സംഭവങ്ങളുമായിട്ട്. അതെ, ഗുജറാത്ത് കലാപം, നറോദ പാട്യ, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പലരും വ്യാഖ്യാനിച്ചു. പ്രത്യേകിച്ച് ആ ഗർഭിണിയെ ആക്രമിക്കുന്ന സീൻ. പിന്നെ ആദ്യം ബാബാ ബജ്രംഗി എന്ന് പറഞ്ഞ് പിന്നീട് ബൽദേവ് എന്നാക്കിയ പേര്. അതെ, പിന്നെ തുടക്കത്തിൽ 2002 ഇന്ത്യ എന്ന് കാണിച്ചത്, ക്രെഡിറ്റ്സിൽ ട്രെയിൻ കത്തുന്ന വിഷ്വൽ, ഇതൊക്കെ ആ വ്യാഖ്യാനങ്ങൾക്കൊരു ബലം കൊടുത്തു. ഇത് വലിയ രീതിയിലൊരു പൊളിറ്റിക്കൽ ഡിവൈഡ് ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കി. സംഘപരിവാർ അനുകൂലികൾ പറഞ്ഞു, ഗോത്ര സംഭവം കാണിക്കാതെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള അക്രമം മാത്രം കാണിച്ചു, ഇത് ഏകപക്ഷീയമാണ് എന്നൊക്കെ പറഞ്ഞ് ബഹിഷ്കരിക്കാൻ വരെ ആഹ്വാനം ചെയ്തു. അതേസമയം ഇടതുപക്ഷ അനുകൂലികൾ ഇതിനെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തുറന്നുകാട്ടുന്നൊരു ശ്രമമായിട്ട് കണ്ടു, പ്രശംസിച്ചു. അതെ,
ചില നിരീക്ഷണങ്ങൾ പറയുന്നത് മുരളിഗോപിയുടെ തിരക്കഥ ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും കേരള രാഷ്ട്രീയത്തിലെയും ചില പ്രവണതകളെ, അതായത് ഹിന്ദുത്വ സ്വാധീനം, അവിശുദ്ധ കൂട്ടുകെട്ടുകൾ, ഇതിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാൻ നോക്കുന്നുണ്ടെന്നാണ്. ഈ വിവാദങ്ങളൊക്കെ കാരണം സിനിമയിൽ കട്ട്സ് വരുത്തിയല്ലോ. ഏകദേശം 27 കട്ട്സ് എന്ന് കേട്ടു. അതെ, ഏകദേശം 128 സെക്കൻഡ് നീക്കം ചെയ്തു. ആ പേരിലെ മാറ്റം 2002 ഇന്ത്യ എന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എന്നാക്കിയത്, ചില വയലൻസ് സീനുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ളവ കുറച്ചത്, ക്ഷേത്രത്തിന്റെ ഒരു ദൃശ്യം മാറ്റിയത്, NIA-യെക്കുറിച്ചുള്ള പരാമർശം ഒഴിവാക്കിയത്, ഇതൊക്കെ അതിന്റെ ഭാഗമായിരുന്നു. ഈ രാഷ്ട്രീയ നിലപാടിനെ ചിലർ ധീരം അനിവാര്യമെന്നൊക്കെ പറഞ്ഞപ്പോൾ മറ്റു ചിലർ പക്ഷപാതപരമാണെന്നും വിമർശിച്ചു. എമ്പുരാൻ ബോക്സ് ഓഫീസിലെ ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ചു. ഓഹോ, 30 ദിവസം കൊണ്ട് 325 കോടിയുടെ വേൾഡ് വൈഡ് കളക്ഷനും ബിസിനസ്സും നടന്നതായാണ് കണക്കുകൾ. ഏറ്റവും വേഗത്തിൽ 200 കോടി ക്ലബിലെത്തിയ മലയാള പടം. ആദ്യമായി 100 കോടി തിയേറ്റർ ഷെയർ കിട്ടിയ പടമെന്നും പറയുന്നുണ്ടല്ലോ. അതെ, അങ്ങനെയുള്ള റെക്കോർഡുകളും ഈ സിനിമയ്ക്ക് കിട്ടി. പിന്നെ തിയേറ്ററിൽ ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഏപ്രിൽ 24-ന് ഹോട്ട്സ്റ്റാറിലും വന്നു. അതും ശ്രദ്ധേയമാണ്. അപ്പൊ ഈ വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എമ്പുരാൻ ഒരു ടെക്നിക്കലി ബ്രില്യൻ്റായ വലിയ ക്യാൻവസിൽ ചെയ്ത സിനിമയാണ്. അതെ, അതേസമയം തന്നെ ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിലെ സെൻസിറ്റീവായ ചില രാഷ്ട്രീയ വിഷയങ്ങളെ തൊടാനും ധൈര്യം കാണിച്ചു. കൃത്യമായി. അത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചു. പക്ഷേ ഈ മിക്സഡ് റിവ്യൂസിനിടയിലും വലിയൊരു കൊമേഴ്ഷ്യൽ സക്സസ് ആയി മാറി. അതെ, ആ ഒരു കോമ്പിനേഷൻ, ടെക്നിക്കൽ മികവും പിന്നെ ഈ രാഷ്ട്രീയ ഉള്ളടക്കവും, അതാണ് എമ്പുരാൻ ഇത്രയധികം ചർച്ചയാക്കിയത്. ശരിയാണ്. ഇനി നിങ്ങൾക്കായി ഒരു ചോദ്യം, അല്ലെങ്കിൽ ഒരു ചിന്ത. ഭൂതകാലത്തിലെ ചില ഇരുണ്ട സംഭവങ്ങളും ഇന്നത്തെ അധികാരഘടനകളും തമ്മിൽ ഒരു ബന്ധം കാണിക്കാൻ ഒരു മുഖ്യധാരാ സിനിമ ശ്രമിക്കുന്നു, പക്ഷെ അതിന് സമ്മർദ്ദങ്ങൾ കാരണം മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നു. ചരിത്രത്തിലെ ചില അപ്രിയ സത്യങ്ങളെ അതിനെ വാണിജ്യ സിനിമയ്ക്ക് എത്രത്തോളം സത്യസന്ധമായിട്ട് നേരിടാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഈ സംഭവം നമ്മളോടെന്താണ് പറയുന്നത്? അതൊന്ന് ആലോചിക്കാവുന്നതാണ്.